ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ്. ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ. തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കബ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കബ് അവന് വേണ്ടി ജീവിക്കുക. മോന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിന് വേണ്ടി ഞാൻ ജീവിക്കും. മോനെ സച്ചു, എഴുന്നേക്കടാ. മോമെല്ലാം കഴിച്ചോ? അപ്പച്ചന് തെറ്റുപറ്റി. ഇനി അപ്പച്ചൻ മോനെ വഴക്കു പറയത്തില്ല. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പച്ച. ഈ അപ്പച്ചൻ മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എടി നന്ദി കേട്ടോളെ. എന്നോട് എന്റെ മോനെ ജേക്കബിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? പേരിനൊരു അന്വേഷണം. മാധവനും മേരിയും പണം ശരിക്കും വാരിയെറിഞ്ഞു. തൊഴിലാളികൾ സംഘടിച്ചില്ലേ? മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു. കേസ് അങ്ങനെ കെട്ടടങ്ങി. ഓക്കെ. ഫാദർ മെസ്സച്ചന് ഇങ്ങനെയൊരു അടുപ്പം വരാൻ കാരണം? അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവളോടുള്ള പക മൂലം ജേക്കബിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു. അപ്പോ ജേക്കബിന്റെ സ്വത്തുക്കൾ? അവിടെ മേരിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മകന് പ്രായപൂർത്തിയാകുമ്പോ സർവ്വ സ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു. അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു. ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി. ഞാനും സച്ചിനും അവളെ ശകാരിച്ചു മടക്കി അയക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി, ഒപ്പം അവനിലെ മാനസിക രോഗിയെയും. സിസിലി, നിന്നോട് ഇവിടേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കിഴക്കൻകോള് കയറിയത് എത്ര പെട്ടെന്നാ. പെയ്യോന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കൂ?
ബംഗ്ലാവിൽ ഞാനും മേരിയന്റെയും തനിച്ചല്ലേ. ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ? അവിടെയാവുമ്പോ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയന്റെയും എപ്പോഴും അടുത്തുണ്ടാവും. നീ ഒരു ദിവസം ചാവും. അറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. മേരിയാന്റി പാവാടാ. നീ ഒരു ഒത്ത ആണാ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി. നിന്നെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്നാ മേരിയാന്റിയോട് ഞാൻ പറഞ്ഞിട്ട് വന്നേ. നമുക്ക് പോവാൻ സച്ചിൻ ആന്റിയുടെ അടുത്തേക്ക്. എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ? അതും എന്റെ അപ്പച്ചനും അമ്മച്ചയും കൊന്നവളുടെ അടുത്തേക്ക് സമ്മതിക്കില്ല. ഈ ജന്മം ഞാൻ അതിനെ സമ്മതിക്കില്ല. ഡീ. അച്ചോ, അച്ചോ. ആരാ ആരാ ഈ പാതിര നേരത്ത്? ഓ, നീയോ? എന്തേ? അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ ഈ നേരത്തോ? നേരം വെളുത്തിട്ട് പോരെ മോനെ. അതുപോരാ, ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം.